ഉണ്ടോ മുന്നേ ആണോ ബയോടെക്നോളജി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ബയോടെക്നോളജി കേട്ടിട്ടുണ്ടോ ഒന്നെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് പറയാ ഇല്ലാന്നുണ്ടെങ്കിൽ നോ പറയാ യെസ് കേട്ടിട്ടുണ്ട് ഇപ്പൊ ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്താ സയൻസിന്റെ പുതിയൊരു ബ്രാഞ്ച് ആണ് അല്ലേ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ബയോടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ബയോടെക്നോളജിയുടെ രണ്ട് ഡെഫിനിഷൻ ആണ് ആദ്യം പറയാനുള്ളത് ബയോടെക്നോളജിയുടെ രണ്ട് ഡെഫിനിഷൻ അപ്പൊ ഞാൻ ആദ്യത്തെ ഡെഫിനിഷൻ നമുക്ക് എഴുതി കൊണ്ട് പറയാം ബയോടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ടെക്നിക്സ് കുറച്ച് ടെക്നിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ബയോടെക്നോളജി ഇറ്റ് ഡീൽസ് വിത്ത് ടെക്നിക്സ് ഓഫ് എന്തുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്സാ ഓഫ് using living organisms or enzymes from organism to produce products and processes useful to humans. വലിയൊരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത് ബയോടെക്നോളജിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഡെഫിനിഷൻ ഒന്നല്ല നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഡെഫിനിഷൻ ആണ് പറയുന്നത് അതിൽ ഫസ്റ്റില് ബയോടെക്നോളജിക്ക് അവർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ് കാണുന്നുണ്ടോ മൊത്തം ബോർഡ് വലത്തെ സൈഡ് അധികം കാണില്ല ഇപ്പൊ ഓക്കെ അപ്പൊ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ living എന്തോ റേഞ്ചിന്റെ പ്രശ്നം ഒന്നുണ്ടേ important living organisms using living organism ത്തിന് പക്ഷെ വൈഫൈ പോയതാ സംഭവം ഒന്നും കാണുന്നില്ല മക്കളെ ലൈവിൽ ഇരിക്കുക റേഞ്ചിന് എന്തോ ഇഷ്യൂ ആണ് കേട്ടോ കറണ്ട് പോയതാന്ന് തോന്നുന്നു മക്കളെ ടീച്ചർ ഇപ്പൊ റീജോയിൻ ചെയ്യും ലൈവിൽ ഇരിക്കുക കേട്ടോ
കേൾക്കണില്ലേ? ഹലോ. Yes, miss. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ബയോടെക്നോളജിയെ ഡിഫൈൻ ചെയ്യാണ്. ബയോടെക്നോളജി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ബയോടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സിൽ ഇമ്പോർട്ടന്റ് എന്താ? അത് മിസ്റ്റർ കണ്ടിന്യൂ. എന്തോ സ്റ്റെക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ബയോടെക്നോളജി കേൾക്കണില്ലേ? കേൾക്കണുണ്ടോ? കേക്കാം കണ്ടു. ഓക്കെ. അപ്പൊ നമ്മൾ ബയോടെക്നോളജിക്ക് ആദ്യത്തെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ബയോടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സ് എങ്ങനെയാണ് നടത്തുന്നത്? ഒന്നുകിൽ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഓർഗാനിസങ്ങളിൽ നിന്ന് കിട്ടുന്ന എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന ടെക്നിക്സ് ആണ് ബയോടെക്നോളജി. അല്ലെ? എന്തിനു വേണ്ടി ബയോടെക്നോളജി? പ്രൊഡ്യൂസിങ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ്. പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയാ. വെറുതെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. അതെന്തായിരിക്കണം? യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാവുന്നതായിരിക്കണം. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് ലിവിങ് ഓർഗാനിസങ്ങളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസങ്ങളിൽ നിന്ന് കിട്ടുന്ന എൻസൈംസിനെ കൊണ്ട് അല്ലെങ്കിൽ ആ എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ടോ എന്താ ചെയ്യാം? അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നിക്കിൽ വിളിക്കുന്ന പേരാണ് ബയോടെക്നോളജി. മനസ്സിലായോ? ബയോടെക്നോളജി എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ബയോടെക്നോളജി എന്ന് പറയുന്നത് ടെക്നിക്കാണ്. ലിവിങ് ഓർഗാനിസങ്ങളെ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസങ്ങളിൽ നിന്നുള്ള എൻസൈംസ് ഉപയോഗിച്ചിട്ടോ ആണ് ഈ ടെക്നിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുക. ആ ടെക്നിക്ക് വഴി നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ആ പ്രൊഡക്ട്സ് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആവണം. ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴേ ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇത് ക്ലിയർ ആണോ ഡെഫിനിഷൻ? Yes, miss. യെസ്. ഒന്ന് വീഡിയോ ഓൺ ചെയ്യണം എല്ലാവരും, ആ നെറ്റ് ഇഷ്യൂ ഇല്ലാത്ത ആളുകൾ. യെസ്. കാരണം എനിക്കൊന്ന് കണ്ടെടുക്കും. ഒരാളെങ്കിലും ഫേസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് എടുക്കുമ്പോ ഒരു നന്നായിട്ട് നല്ലൊരു ഗുഡ് ഫീൽ ആണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ബയോടെക്നോളജി ഡെഫിനിഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ബയോടെക്നോളജി എന്ന് പറയുന്നത് ടെക്നിക്സ് ആണ്. ലിവിങ് ഓർഗാനിസങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസങ്ങളിൽ നിന്ന് കിട്ടുന്ന എൻസൈംസ് ഉപയോഗിച്ചിട്ടോ ആണ് ഈ ടെക്നിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അതുവഴി നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. ആ പ്രൊഡക്ട്സ് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആവണം. ഇതാണ് ബയോടെക്നോളജിക്ക് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. ഡെഫിനിഷൻ ആയിട്ട് എഴുതാനൊന്നും പറയാറില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോഴേ അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പൊ എന്താണ് ബയോടെക്നോളജി എന്ന് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നിങ്ങളോട് ഒരാൾ എന്താണ് ബയോടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? Yes, miss. Okay. അപ്പൊ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടാവല്ലോ, നോട്ട്സ്. അത് ഞാൻ വായിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഒരു ഡെഫിനിഷനും കൂടെ പറയുന്നുണ്ട്. ബയോടെക്നോളജിക്ക് ഒരു ഡെഫിനിഷനും കൂടെ പറയുന്നുണ്ട്. ആ ഡെഫിനിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആരാ? EF
ബി. EFB എന്ന് ഷോർട്ട് ചെയ്ത് നമുക്ക് എഴുതാം. EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിക്ക് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നോക്കാട്ടോ. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊണ്ടുവന്ന ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദി integration. It is the integration of natural science and organism parts thereof and molecular analogues to products and services. നേരത്തെ വന്നുള്ള ഡെഫിനിഷൻ പോലെ തന്നെയുള്ള ഒരു ഡെഫിനിഷൻ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. നാച്ചുറൽ സയൻസിന്റെയും അല്ലെങ്കിൽ ഓർഗാനിസങ്ങൾ അല്ലെങ്കിൽ ഓർഗാനിസംസിന്റെ പാർട്സ് എല്ലാത്തിന്റെയും ഒരു ഇന്റഗ്രേഷൻ ആണ്. എല്ലാത്തിന്റെയും ഒരു ഇന്റഗ്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബയോടെക്നോളജി എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രോഡക്ട്സ്. നേരത്തെ പറഞ്ഞ സെയിം ഡെഫിനിഷൻ ആണ്. അവരത് കുറച്ച് സെന്റൻസിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാനൊന്നും പറയാറില്ല. അപ്പോ നിങ്ങൾ ആ ഡെഫിനിഷൻ കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇവിടെ ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. അപ്പൊ ഞാൻ മൂവ് ചെയ്യട്ടെ. ഇങ്ങനെ രണ്ട് ഡെഫിനിഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്തതിലേക്ക് പോട്ടെ. Okay, miss. Yes, miss. ഓക്കെ. ഇനി അടുത്തത് ബയോടെക്നോളജിക്ക് എക്സാമ്പിൾസ് ആണ്. ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാൻ പറ്റുമോ? ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ. ബയോടെക്നോളജിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അറിയോ? മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. എന്താ അറിയില്ലേ? മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുക. എന്തിന് എക്സാമ്പിൾ ആണെന്നാ പറയുന്നത്? ബയോടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുക. നിങ്ങൾ ഇതുവരെ ഇത് ഫെർമെന്റേഷനിലൊക്കെ അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ എന്തിൽ പഠിക്കുക? ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആയിട്ടാണ് മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ടല്ലോ, ബയോടെക്നോളജി ഡിഫൈൻ ചെയ്ത ഫസ്റ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു? അത് ടെസ്റ്റ് ട്യൂബ് ബേബി പറയാം. Using organism. ലിവിങ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാ? ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എൻസൈമ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക അല്ലെ? ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാ? യൂസ്ഫുൾ ആവുക. അതല്ലേ നമ്മള് ബയോടെക്നോളജിക്ക് കൊടുത്ത ഡെഫിനിഷൻ. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആ ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡെഫിനിഷൻ എന്താ? മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുക. അപ്പൊ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പാൽ എന്തായിട്ട് മാറുന്നത്? തൈരായിട്ട് മാറുന്നത്. ഏതാണ് ലിവിങ് ഓർഗാനിസം? ലാക്ടോബാസിലസ്. ലാക്ടോബാസിലസ് കേട്ടിട്ടുണ്ടോ? ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ലിവിങ് ഓർഗാനിസം ആണോ? ലിവിങ് ഓർഗാനിസം ആണോ? വീഡിയോ ഓൺ ചെയ്യണം, നിർബന്ധമാണ്. ഈ മാഷ് പറഞ്ഞാൽ മാത്രമേ ഓൺ ചെയ്യുന്നുള്ളതൊന്നും വേണ്ട. വീഡിയോ ഓൺ ചെയ്ത എല്ലാരും?
നന്നായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റൂലേ? കുറച്ചു നേരം ഓൺ ചെയ്തിടും, പിന്നെ ഞാൻ പറഞ്ഞാൽ മാത്രം ഓൺ ചെയ്യുന്നുണ്ടോ? ഇനി ആരും വീഡിയോ ഓഫ് ആക്കണ്ട കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ബയോടെക്നോളജിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ആ പ്രൊഡക്റ്റ് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആകണം. അതാണ് നമ്മൾ ബയോടെക്നോളജിക്ക് കൊടുത്തുള്ള ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസം ഏതാ? ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ഇതാണ് ഇവിടുത്തെ എന്ത് ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ഇതാണ് ലിവിങ് ഓർഗാനിസം. അപ്പൊ ഒരു ലിവിങ് ഓർഗാനിസം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു സംഗതി, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റ് എന്താ? ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്താ നിങ്ങള് കേർഡ് അല്ലേ? ഇവിടെ കൈക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് കേർഡ് അല്ലേ? ആ കേർഡ് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ ആണോ? Yes. അപ്പൊ ശരിയല്ലേ? ബയോടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ തന്നെയല്ലേ മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക് എന്ന് പറയുന്നത്. ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് തരികയാണ്. ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാൻകൈൻഡ്. മനുഷ്യർക്ക് അതെന്താ ഒരു ഉപകാരമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു യൂസ് ആയിട്ട് മാറുകയാണ്, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതാണ് ബയോടെക്നോളജിക്ക് ആ ഡെഫിനിഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഒരു എക്സാമ്പിളിനെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതാണ്. അപ്പൊ ഈ ഇതോട് പറയുന്ന സമയത്ത് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആവേണ്ടതാണ്. മനസ്സിലായിട്ടുണ്ടോ ബയോടെക്നോളജി? Yes, miss. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോയിക്കോട്ടെ. നിങ്ങൾ ഇതുവരെ പഠിച്ച ചാപ്റ്റർ പോലെയല്ല കേട്ടോ, കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് പറയണില്ല, എന്നാലും ഒരു പൊടിക്ക് ഒത്തിരി പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ശ്രദ്ധിച്ചാലും ഈ ചാപ്റ്ററിന്റെ ഡിഫിക്കൽട്ടി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിരിക്കാം. ഇനി ബയോടെക്നോളജി എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് ആണെന്നാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ അല്ലേ? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താ, ബയോടെക്നോളജി എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പുതിയതാണെന്നല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ബയോടെക്നോളജി അങ്ങനെയല്ല. ബയോടെക്നോളജിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബയോടെക്നോളജി എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രഡീഷണൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ക്ലാസിക്കൽ ബയോടെക്നോളജി. ട്രഡീഷണൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ അല്ലെങ്കിൽ ഓൾഡ്, മൂന്ന് രീതിയിലും വിളിക്കാം ബയോടെക്നോളജി. രണ്ടാമത്തത് മോഡേൺ ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുന്നത് നോവൽ ആയിട്ടുള്ളതല്ല, ഒരു കൺസെപ്റ്റ് അല്ല, പണ്ട് കാലം മുതൽക്കേ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ബയോടെക്നോളജി. അതാണ് ഈ ഡിവിഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. ട്രഡീഷണൽ ബയോടെക്നോളജിയും ഉണ്ട്, മോഡേൺ ബയോടെക്നോളജിയും ഉണ്ട്. ഈ ട്രഡീഷണൽ ബയോടെക്നോളജി അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. പാലിൽ നിന്ന് തൈരുണ്ടാക്കുക ട്രഡീഷണൽ ബയോടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ ആണ്. മേക്കിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. അടുത്തത് മേക്കിംഗ് ഓഫ് വൈൻ അല്ലെങ്കിൽ മേക്കിംഗ് വൈൻ ഉണ്ടാക്കുക, വൈൻ പ്രിപ്പറേഷൻ എന്താ ട്രഡീഷണൽ ബയോടെക്നോളജിക്ക് ഒരു എക്സാമ്പിൾ ആണ്, വൈൻ ഉണ്ടാക്കുക. ബേക്കിംഗ് ഓഫ് ബ്രെഡ് ബേക്കിംഗ് എന്ത് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിളാ? ഒരു ട്രഡീഷണൽ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ്. ഇവിടെ ഈ ബ്രെഡ് ബേക്കിംഗ്, നിങ്ങൾക്ക് തോന്നും ബേക്കിംഗ് ഓഫ് ബ്രെഡിൽ എവിടെയാണ് ഒരു ലിവിങ് ഓർഗാനിസം വരുന്നത്? ബേക്കിംഗ് ഓഫ് ബ്രെഡിൽ വരുന്ന ലിവിങ് ഓർഗാനിസം ഏതാ? പറഞ്ഞോ.
ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഈസ്റ്റ്, ഇവിടെ പറഞ്ഞ ലിവിങ് ഓർഗാനിസം ഏതാണ്? ഈസ്റ്റ് ആണ്. ബേക്കിംഗ് ഓഫ് ബ്രെഡ്, ഈസ്റ്റ് ആണ് ഇവിടുത്തെ ലിവിങ് ഓർഗാനിസം. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രഡീഷണൽ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ്. ഇനി മോഡേൺ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ് ഇനി പറയുന്നത് കേട്ടോ. മോഡേൺ ബയോടെക്നോളജി, ഡിസ്കവറി ഓഫ് ഇൻസുലിൻ. ഇൻസുലിൻ കേട്ടിട്ടില്ലേ? ഇൻസുലിൻ എന്താ? ഇൻസുലിൻ എന്താ? ആര് യൂസ് ചെയ്യാ? എല്ലാവരും യൂസ് ചെയ്യും ഇൻസുലിൻ. Diabetic patients. ഡയബറ്റിക് പേഷ്യൻസ് ഇൻജെക്ട് ചെയ്ത് വരുന്ന കണ്ടില്ലേ ഇൻസുലിൻ? ആ ഇൻസുലിന്റെ ഡിസ്കവറി എന്താ? ഒരു മോഡേൺ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബ് ബേബി കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയും. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, IVF എന്താ? ഒരു മോഡേൺ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് സിന്തസിസ് ഓഫ് ന്യൂ ജീൻസ്. പുതിയ ജീനുകളെ ഉണ്ടാക്കിയെടുക്കുക. സിന്തസിസ് ഓഫ് ന്യൂ ജീൻസ്, പുതിയ ജീനുകളെ ഉണ്ടാക്കിയെടുക്കുക. Then DNA vaccine. അടുത്തത് correction of defective gene. എന്തെങ്കിലും ഡിഫക്ട്സ് ഉള്ള ക്യാൻസറസ് ഒക്കെ ആയിട്ടുള്ള സെൽസിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. There is correction of defective gene. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മോഡേൺ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾസ് ആണ്. മോഡേൺ ബയോടെക്നോളജി. ഓക്കെ ആണോ? Yes, miss. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബയോടെക്നോളജിക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു ബയോടെക്നോളജി എന്ന് പറയുന്നത് പുതിയൊരു കൺസെപ്റ്റ് അല്ല, പണ്ട് കാലം മുതൽക്കേ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? ബയോടെക്നോളജി. ബയോടെക്നോളജി നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ട്രഡീഷണൽ ബയോടെക്നോളജി, മോഡേൺ ബയോടെക്നോളജി. ട്രഡീഷണൽ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾസ് പറഞ്ഞു, മോഡേൺ ബയോടെക്നോളജിക്ക് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഇത്രയും ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ മാം. ഓക്കെ. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അടുത്തതായിട്ട് നമ്മൾ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ്. ബയോടെക്നോളജിക്ക് എത്ര പ്രിൻസിപ്പിൾസ് ആണെന്നൊന്നും അറിയോ? ബയോടെക്നോളജിക്ക് എത്ര പ്രിൻസിപ്പിൾസ് ആണ്? 2 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ബയോടെക്നോളജിക്ക് 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ആ 2 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ? 2 പ്രിൻസിപ്പിൾസ്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഏതാ?
ഫെർമെന്റേഷൻ ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജി അതിന് പല പേരുകളിൽ കാണാം. നിങ്ങളുടെ ബുക്കിൽ അങ്ങനെയാണുള്ളത്. ഫെർമെന്റേഷൻ ടെക്നോളജി എന്നാണോ? ഫെർമെന്റേഷൻ ടെക്നോളജി. നിങ്ങളുടെ ബുക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പേര് മാത്രം മതി. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് കാണാം. ചിലത് നോക്കിയേ, കെമിക്കൽ എഞ്ചിനീയറിംഗ് രണ്ടെണ്ണം മതി. ജനറ്റിക് എഞ്ചിനീയറിംഗും ഫെർമെന്റേഷൻ ടെക്നോളജി. യെസ്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് അങ്ങനെയുണ്ട്. നമുക്ക് 3 പേരുകൾ കാണാം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് 3 പേരുകൾ കാണാം. ഫെർമെന്റേഷൻ ടെക്നോളജി എന്ന് കാണാം, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് കാണാറുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നും കാണാറുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഫെർമെന്റേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ടേം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ബയോടെക്നോളജിക്ക് 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, 2 ഫെർമെന്റേഷൻ ടെക്നോളജി. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഫെർമെന്റേഷൻ ടെക്നോളജി. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് നോക്കണം. ഈ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്താണ് ഫെർമെന്റേഷൻ ടെക്നോളജി? നമുക്ക് ആദ്യം ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. ഫുൾ ഓഫ് ഡെഫിനിഷൻ ആണ് കേട്ടോ. ഡെഫിനിഷനും ഫിഗറും ആണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ. ഞാൻ ഇവിടെ എഴുതാം. കണ്ടോ, ഒരു ഡെഫിനിഷൻ ആണ്. ആദ്യം ഞാനത് വായിക്കാം, എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് include techniques to alter the nature of genetic material to introduce these into host organism and then changes the phenotype of organism. Genetic engineering എന്ന് പറയുന്നത് alter the nature of genetic material to introduce these into host organism. ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഓൾട്ടർ ചെയ്യുക. അതിൽ ഓൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. എന്നിട്ടോ ആ ചേഞ്ചസ് ആ ഓർഗാനിസത്തിന്റെ ഫീനോടൈപ്പിനെയും ചേഞ്ച് ചെയ്യും. ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ എന്താ? ഫീനോടൈപ്പ് ഫീനോടൈപ്പ് മൊത്തത്തിൽ ആ ഓർഗാനിസത്തിന്റെ എല്ലാ ക്യാരക്ടറിനെയും ആ ഒരു ജീനിൽ നമ്മൾ വരുത്തുന്ന ചേഞ്ചിനെ കൊണ്ട് ആ ഓർഗാനിസത്തിന്റെ എല്ലാ ക്യാരക്ടറിനും ചേഞ്ച് ഉണ്ടാവും. ആ ടെക്നിക്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. ഇൻക്ലൂഡ് ടെക്നിക്സ് ടു ആൾട്ടർ ദി നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ അറിയില്ലേ? നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ ഏതാ? DNA. അപ്പൊ ജനറ്റിക് മെറ്റീരിയലിൽ എന്ത് ചെയ്യാ? വ്യത്യാസങ്ങൾ വരുത്തുക. അങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തുന്ന സമയത്ത് ആ DNA അല്ലെങ്കിൽ ആ RNA പോലുള്ള ജനറ്റിക് മെറ്റീരിയൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ കാരണം മൊത്തം ഓർഗാനിസത്തിന്റെ ഫിനോടൈപ്പിലും എന്ത് ചെയ്യുക? ചേഞ്ചസ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആ ടെക്നിക്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊത്തം അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ക്ലിയർ ആണോ? ഇനി പറയണോ ജനറ്റിക് എഞ്ചിനീയറിംഗ്? പറയണോ?
Ind. വേണ്ട. എന്നാലും എന്റെ സമാധാനത്തിന് ഒരു തവണ കൂടെ ഞാൻ പറയാം. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഇതിൽ എന്താ ചെയ്യുന്നത്? ഇതിൽ ജനറ്റിക് മെറ്റീരിയലില് ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ നമ്മൾ ചേഞ്ച് വരുത്തും. ആ ചേഞ്ച് വരുത്തിയുള്ള ജനറ്റിക് മെറ്റീരിയലില് കാരണം മൊത്തം ഓർഗാനിസത്തിന്റെ ഫിനോടൈപ്പിലും എന്ത് ചെയ്യാ? ചേഞ്ച് ഉണ്ടാവുക. ആ ടെക്നിക്സിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ കേട്ടോ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ബയോടെക്നോളജിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഫെർമെന്റേഷൻ ടെക്നോളജി. ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജി. നമ്മൾ എന്താ ബയോടെക്നോളജി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നേ? ബയോടെക്നോളജിക്ക് നമ്മൾ കൊടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു? ഫസ്റ്റ് കൊടുത്ത ഡെഫിനിഷൻ technique which deals using living organisms or enzymes of living organisms. ഡെഫിനിഷൻ വായിക്കില്ലല്ലോ, എനിക്കിത് പറഞ്ഞിരോ? എന്താണെന്ന് ഇപ്പൊ എനിക്ക് അറിയില്ല എന്താ ബയോടെക്നോളജി. എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക എന്താ ബയോടെക്നോളജി എന്ന്? ഞാൻ പറയാം. നമ്മള് ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ലേ നമ്മള് പ്രിൻസിപ്പിളിലേക്കൊക്കെ വന്നേ? അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യണ്ടേ ആ ഡെഫിനിഷൻ? ലിവിങ് ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ടോ ഓർഗാനിസത്തിൽ നിന്ന് എൻസൈംസ് യൂസ് ചെയ്തിട്ടോ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആ പ്രോഡക്ട്സ് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിരിക്കണം. ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിരിക്കണം അല്ലെ? അതാണ് നമ്മൾ ബയോടെക്നോളജിക്ക് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. അപ്പൊ അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു ജനറ്റിക് എഞ്ചിനീയറിംഗ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഫെർമെന്റേഷൻ ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റെറൈൽ കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ്. സ്റ്റെറൈൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ? സ്റ്റെറൈൽ കണ്ടീഷൻ. സ്റ്റെറൈൽ കണ്ടീഷൻ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ. മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ. കണ്ടാമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടാമിനേഷൻ. മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ലാന്ന്. മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ എന്ന് വെച്ചാൽ വേറെ മൈക്രോബ്സിന്റെ ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ ദാറ്റ് ഈസ് സ്റ്റെറൈൽ കണ്ടീഷൻ. ആ സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ് നമ്മുടെ ഫെർമെന്റേഷൻ ടെക്നോളജിയിൽ ചെയ്യാം. അങ്ങനെ സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഡിസൈഡ് ആയിട്ടുള്ള ആ മൈക്രോബ് ലാർജ് ക്വാണ്ടിറ്റീസിൽ അവിടെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുള്ള മൈക്രോബ് ഏതാണോ അത് മാത്രം എന്ത് ചെയ്യുക അവിടെ ലാർജ് ക്വാണ്ടിറ്റീസിൽ വളരുക. എന്നിട്ട് അതുവഴി നമുക്ക് ആവശ്യമായിട്ടുള്ള ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. ബയോളജിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? അത് ആന്റിബയോട്ടിക്സ് ആകാം, വാക്സിൻസ് ആകാം, എൻസൈംസ് ആകാം. ഓക്കെ, ഇതൊക്കെ ഈ ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഫെർമെന്റേഷൻ ടെക്നോളജി. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആണോ പറഞ്ഞത്? Yes, miss. നീ പറയണോ? കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നോക്കട്ടെ. ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം, ഒന്നുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിള്, അതിൽ നമ്മൾ എന്താ ചെയ്തത്? അതിന്റെ ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ചസ് വരുത്തി. അത് കാരണം ഓർഗാനിസിന് മൊത്തം ഫീനോടൈപ്പിലും ചേഞ്ചസ് ഉണ്ടായി.
രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഫെർമെന്റേഷൻ ടെക്നോളജി. ഫെർമെന്റേഷൻ ടെക്നോളജിയിൽ നമ്മൾ അതിനെ ഒരു സ്റ്റെറൈൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തു. ആ സ്റ്റെറൈൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമുക്ക് വേണ്ട സംഗതി മാത്രം ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടിയാ. അങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ അത് മാത്രം അവിടെ ഉണ്ടാകും. അതിന് ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ബയോളജിക്കൽ പ്രൊഡക്ട്സ് കിട്ടും. ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആണ് ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ രണ്ട് പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കി വെക്കാം. ചോദിക്കാം, രണ്ട് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തത് ഫെർമെന്റേഷൻ ടെക്നോളജി. ക്ലിയർ ആണോ? രണ്ട് പ്രിൻസിപ്പിൾ ക്ലിയർ ആണോ? Yes, miss. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു. നമ്മൾ ബയോടെക്നോളജിക്ക് രണ്ട് ഡെഫിനിഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ബയോടെക്നോളജി രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ അല്ലേ പ്രിൻസിപ്പിൾസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യോ? ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യോ? യെസ്, ഓക്കെ. അപ്പം ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെ? ശരിയല്ലേ? Yes. ശരിയാണോ? ബയോടെക്നോളജി പ്രിൻസിപ്പിളിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ കുറച്ച് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റെപ്പ് അല്ല. അത് കുറച്ച് സ്റ്റെപ്സ് ഇൻവോൾവ് ആണ്. അത് ഏതൊക്കെയാ? ഒന്ന്, ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA. ക്രിയേഷൻ ഓഫ് recombinant DNA. Creation of recombinant DNA. രണ്ടാമത്തത് ജീൻ ക്ലോണിംഗ്. മൂന്ന്, ജീൻ ട്രാൻസ്ഫർ. ജീൻ ട്രാൻസ്ഫർ. ആദ്യത്തെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗില് ഈ മൂന്ന് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ആദ്യം ഒരു റീകോംബിനന്റ് DNA ക്രിയേറ്റ് ചെയ്യുക, രണ്ട് ജീൻ ക്ലോണിംഗ്, മൂന്ന് ജീൻ ട്രാൻസ്ഫർ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ടെക്സ്റ്റ് നോക്കാം. കുറച്ച് കഴിയട്ടെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പൊ പറയുന്നതിന്റെ ഇടയ്ക്ക് ടെക്സ്റ്റ് മറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതും ഇതും ഇല്ലാതെയാവും. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോ എന്തൊക്കെയാന്നുള്ളതൊക്കെ കേട്ടോ. അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെഡിയാക്കാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 സ്റ്റെപ്പുകൾ നമുക്ക് പറയാം. റീകോംബിനന്റ് DNA ക്രിയേറ്റ് ചെയ്യുക, ജീൻ ക്ലോണിംഗ്, ജീൻ ട്രാൻസ്ഫർ. ഇത് മൂന്നാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ. എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? ബയോടെക്നോളജിയുടെ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ആ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു റീകോംബിനന്റ് DNA ക്രിയേറ്റ് ചെയ്യുക, ജീൻ ക്ലോണിംഗ്, ജീൻ ട്രാൻസ്ഫർ. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കണം. റീകോംബിനന്റ് DNA കേട്ടിട്ടുണ്ടോ? റീകോംബിനന്റ് DNA
എന്താ റീകോമ്പിനന്റ് DNA? ഇങ്ങനത്തെ ഒരുപാട് ടേംസ് വരും. അറിയോ? നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ റീകോമ്പിനന്റ് DNA? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് ജസ്റ്റ് പറയാ. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പറയൂ. എന്നാലും എനിക്ക് പറയണ്ടേ? നോ, ആരും കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ റീകോമ്പിനന്റ് DNA സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഒരു DNA ആണ്. റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത് എന്താ? ഒരു DNA ആണ്. ആ DNA എങ്ങനെയാ ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ DNA എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുന്നത്? by joining the fragments of DNA from different organism. ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളുടെ DNA ഫ്രാഗ്മെന്റ്സ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന DNA വിളിക്കുന്ന പേരാണെന്ത്? റീകോമ്പിനന്റ് DNA. RDNA എന്ന് ചുരുക്കി എഴുതാറുണ്ട്. RDNA, റീകോമ്പിനന്റ് DNA. ഇപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. അതിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ക്രിയേഷൻ ഓഫ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താണ് റീകോമ്പിനന്റ് DNA എന്നാണ് ഇപ്പൊ പറഞ്ഞത്. റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത് ഡിഫറെന്റ് ഓർഗാനിസങ്ങളിൽ നിന്നുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള DNA ആണെന്ത്? റീകോമ്പിനന്റ് DNA. ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെക്കണോ? recombinant DNA made by joining the fragments of DNA from different organism. ഇന്ന് വായിച്ചു നോക്കിയേ. ഫ്രം ഡിഫറെന്റ് ഓർഗാനിസം. മനസ്സിലാവുന്നുണ്ടോ എന്താണ് റീകോമ്പിനന്റ് DNA എന്നുള്ളത്? ക്ലിയർ ആയോ? Yes, miss. ഡിഫറെന്റ് ഓർഗാനിസങ്ങളിൽ നിന്നുള്ള DNA ഫ്രാഗ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു DNA ആണ് എന്ത്? റീകോമ്പിനന്റ് DNA. ഇപ്പൊ റീകോമ്പിനന്റ് DNAയുടെ ക്രിയേഷൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ക്ലിയർ? റീകോമ്പിനന്റ് DNA. രണ്ടാമത്തത് എന്താ? ജീൻ ക്ലോണിംഗ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ജീൻ ക്ലോണിംഗ്. എന്താ ജീൻ ക്ലോണിംഗ് എന്ന് വെച്ചാ? ക്ലോണിംഗ്, നിങ്ങൾക്ക് ക്ലോണിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ക്ലോണിംഗ് കേട്ടിട്ടില്ലേ? ക്ലോണിംഗ്. ജീൻ ക്ലോണിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു ജീനിന്റെ ഒരുപാട് സിമിലർ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? ജീൻ ക്ലോണിംഗ്. ഒരു ജീനിന്റെ ഒരുപാട് സിമിലർ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് എന്ത്? ജീൻ ക്ലോണിംഗ്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കുക. ജീൻ ക്ലോണിംഗ് എഴുതിയിട്ട് താഴെ എഴുതുക the process of making many similar copies of a gene. ഒരു ജീനിന്റെ ഒരുപാട് സിമിലർ കോപ്പീസ് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് ജീൻ ക്ലോണിംഗ്. അപ്പൊ അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ജീൻ ട്രാൻസ്ഫർ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ജീൻ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ട്രാൻസ്ഫർ? കൊടുക്കുക എന്നല്ലേ? ഒരാളിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുക. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ. അപ്പൊ ഒരു ഡിസൈഡ് ജീൻ നമുക്ക് ആവശ്യമില്ല. ഒരു ഡിസൈഡ് ജീൻ
ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ജീൻ ട്രാൻസ്ഫർ. മനസ്സിലായോ? ഒരു ഓർഗാനിസത്തിൽ നിന്നുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു ജീൻ, ഒരു ഡിസൈഡ് ആയിട്ടുള്ള ജീൻ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, കൈമാറ്റുക. ദാറ്റ് ഈസ് ജീൻ ട്രാൻസ്ഫർ. ജീൻ ട്രാൻസ്ഫർ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. ദി പ്രോസസ് ഓഫ് transferring desired gene, transferring a desired gene from one organism to another. From one organism to another. From one organism to another. ഒരു ഓർഗാനിസത്തിൽ നിന്നുള്ള ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജീൻ മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് എന്ത്? ജീൻ ട്രാൻസ്ഫർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ 3 കാര്യം. റീകോംബിനന്റ് DNA ആണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ജീൻ ക്ലോണിംഗ് പറഞ്ഞു, പിന്നെ ജീൻ ട്രാൻസ്ഫർ പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ ആണോ? Yes, miss. യെസ്, ഓക്കെ. അത്രയൊന്ന് വായിക്കുക. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ചിത്രം വരയ്ക്കണം. വായിക്കട്ടോ?
വായിച്ചു കഴിഞ്ഞാല് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. Finished. Okay. Complete ആയോ? ആ മാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയുന്നത് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ബയോടെക്നോളജി. നമ്മളതിലെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്തും അവിടെ നമ്മൾ പറഞ്ഞു ജീനിൽ മാറ്റം വരുത്തണം. രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ നമ്മൾ പറഞ്ഞിട്ട് സ്റ്റെറൈൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പറയുന്നത് പ്രോസസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ബോർഡിൽ ഞാൻ വരച്ചിട്ടുള്ളത്. പ്രോസസ് ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെറിയൊരു ഡയഗ്രാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം. ഓക്കെ, ബയോടെക്നോളജി എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡോണർ ഓർഗാനിസത്തിൽ നിന്നാണ്. ഇതെന്താ? ഒരു ഡോണർ ഓർഗാനിസം ആണ്. ഡോണർ ഓർഗാനിസം. ഒരു ഡോണർ ഓർഗാനിസം ഉണ്ടാവും. ആ ഡോണർ ഓർഗാനിസത്തിന്റെ ഉള്ളിലായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്ന ഇയാളെ വിളിക്കുന്ന പേരെന്താ? എന്താ വിളിക്കുക? ഒരു ഡോണർ ഓർഗാനിസം ഉണ്ടാകും. ആ ഡോണർ ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ഈ ചുരുണ്ട് പണിഞ്ഞു കിടക്കുന്ന സാധനം എന്താ? DNA ആണ്. എന്താണ് അതിന്റെ? DNA. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വെറുതെ പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ 3 സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞില്ലേ? റീകോമിനന്റ് DNA ഉണ്ടാക്കണം, ക്ലോണിങ് നടത്തണം, അത് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനത്തെ സംഗതികളൊക്കെ പറഞ്ഞില്ലേ? ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഇവിടെ എന്തുണ്ട്? ഒരു ഡോണർ ഓർഗാനിസം ഉണ്ട്. ആ ഡോണർ ഓർഗാനിസത്തിന്റെ ഉള്ളിലായിട്ട് 2 മൈക്രോമീറ്ററോളം നീളമുള്ള DNA ഉണ്ട്. ശരിയല്ലേ? ജനറ്റിക് മെറ്റീരിയൽ. ഇവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്താ? DNA ആണ്. ഓർഗാനിസത്തിനുള്ളില് 2 മൈക്രോമീറ്ററോളം നീളമുള്ള DNA ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാ ആ ഓർഗാനിസത്തിന് ഉള്ളിലുള്ള DNA എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കണം. DNA എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
ഈ ഓർഗാനിസത്തിന്റെ ഉള്ളിലുള്ള DNA എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ആ DNA ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പുറത്തേക്ക് എടുത്തുള്ള DNA. മനസ്സിലായോ? ആദ്യം സാന്ദ്രയ്ക്ക് ക്ലിയർ ആയോ? സാന്ദ്രയുടെ ഫേസ് കണ്ടിട്ട് മനസ്സിലാവാത്ത പോലെ ഉണ്ട്. മിസ് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? DNA പുറത്തേക്ക് എടുത്തു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യണം? DNA ഫ്രാഗ്മെന്റുകളാക്കി മാറ്റണം, കഷ്ണങ്ങളാക്കി മാറ്റണം. അങ്ങനെ DNA കഷ്ണങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്നത് ആരാ? റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ്. ഞാനിവിടെ RE എന്ന് എഴുതിയിട്ടുള്ള എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം. RE എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് RE. RE എന്ന് വെച്ചാൽ എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. അപ്പൊ പുറത്തേക്ക് എടുത്തിട്ടുള്ള DNA നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് കഷ്ണങ്ങളാക്കി മാറ്റും, ഫ്രാഗ്മെന്റുകളാക്കി മാറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതാ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ്, ഫ്രാഗ്മെന്റ് ആക്കിയതാകണം. ഓരോ ഫ്രാഗ്മെന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യും, അതിനെ നമ്മൾ എന്താ? ഫ്രാഗ്മെന്റുകളാക്കി മാറ്റും. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കട്ട് ചെയ്യാൻ എന്താ? കത്രികയൊക്കെ അല്ലേ യൂസ് ചെയ്യാ, അല്ലെ? ഇവിടെ കട്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ് അല്ലെ? അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലാർ സിസർ. മോളിക്യുലാർ സിസർ എന്നറിയപ്പെടുന്നത് ആരാ? റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ്. അവരാണ് DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരെന്താണ്? മോളിക്യുലാർ സിസർ. മനസ്സിലായോ? ചോദിക്കാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മോളിക്യുലാർ സിസർ അറിയപ്പെടുന്നത് ആരാ? റെസ്ട്രിക്ഷൻ എൻസൈമുകളാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് മോളിക്യുലാർ സിസർ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പില് ഡോണർ ഓർഗാനിസത്തിന്റെ ഉള്ളിലുള്ള DNA നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പില് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നു. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഒരു ജീൻ അല്ലേ? നമ്മൾ എന്തിനാ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോസസ് എന്തിനു വേണ്ടിയാ കണ്ടക്ട് ചെയ്യുന്നത്? അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്തിനു വേണ്ടിയാ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയല്ലേ? ആണോ? ആണോ അല്ലേ? അപ്പൊ അങ്ങനെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ നല്ല ക്വാളിറ്റി ഉള്ള ഓർഗാനിസത്തിൽ നിന്നുള്ള ജീൻ നമുക്ക് കിട്ടണ്ടേ? അത് ഈ ഓർഗാനിസത്തേക്ക് കൊടുക്കുമ്പോഴല്ലേ അതിനും ഈ ഗുണം കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഡോണർ ഓർഗാനിസത്തിൽ നിന്ന് ആദ്യം എന്ത് ചെയ്തത്? DNA എടുത്തത്. എന്നിട്ട് ആ DNA റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു, ഫ്രാഗ്മെന്റുകളാക്കി മാറ്റി. ഇനി ഈ ഫ്രാഗ്മെന്റുകൾ എല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള ഒരു ഫ്രാഗ്മെന്റ്, ആ ജീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രാഗ്മെന്റ് നമുക്ക് മതി. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ട ക്വാളിറ്റി ഉള്ള, ഡിസൈഡ് ക്വാളിറ്റി ഉള്ള ഒരു ജീൻ നമുക്ക് വേണം. ആ ജീനിനെ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് വിളിക്കുക. ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് എടുക്കണം. ഈ ഫ്രാഗ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ്, ആ ഡിസൈഡ് ആയിട്ടുള്ള ആ DNA ഫ്രാഗ്മെന്റ് കിട്ടണം. അങ്ങനെ കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു പ്രോസസ്സ് നടത്തും. ആ പ്രോസസ് ആണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. ജെൽ ഇലക്ട്രോഫോറോസിസ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഒരുപാട് ഫ്രാഗ്മെന്റ് കിട്ടി. ആ ഫ്രാഗ്മെന്റിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന പ്രോസസ് ആണ് എന്ത്? ജെൽ ഇലക്ട്രോഫോറോസിസ്. അങ്ങനെ ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞുള്ള പ്രോസസ്സ് നടത്തി നമുക്ക് വേണ്ട ജീനെ കിട്ടി. നമുക്ക് വേണ്ട ജീനാണ് എന്ത്? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വിളിച്ചത്. നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ നമ്മൾ എടുത്തു. അങ്ങനെ നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് ജെൽ ഇലക്ട്രോഫോറോസിസ് വഴി നമുക്ക് കിട്ടുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. എല്യൂഷൻ. ഈ ജെൽ ഇലക്ട്രോഫോറോസിസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ പേര് മാത്രം ഓർത്തു വെക്കുക. നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റിനെ കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രോസസ് ആണ് ജെൽ ഇലക്ട്രോഫോറോസിസ്.
ആ ജെൽ ഇലക്ട്രോഫോറോസിസ് വഴി നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് നമുക്ക് കിട്ടി. അത് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് വിളിച്ചത്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്ന പ്രോസസ് ആണ് എന്ത്? എല്യൂഷൻ. എല്യൂഷൻ വരെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയോ? മനസ്സിലായിട്ടുണ്ടോ? മിസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? കട്ടായി പോയി ഇനി. അതെയോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഒരു ഡോണർ ഓർഗാനിസം ഉണ്ട്. ആ ഡോണർ ഓർഗാനിസത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വേണ്ട ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ആ ജനറ്റിക് മെറ്റീരിയലിനെ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു, ഐസൊലേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഈ ജനറ്റിക് മെറ്റീരിയലിനെ സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റുകളാക്കി. അടുത്ത സ്റ്റെപ്പില് ഈ ഫ്രാഗ്മെന്റിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ നമുക്ക് എടുക്കണം. അങ്ങനെ നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പ്രോസസ്സിലേക്ക് പോയി. ആ പ്രോസസ് ആണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള പ്രോസസ് ആണ് ഇത് ജെൽ ഇലക്ട്രോഫോറോസിസ്. അങ്ങനെ ജെൽ ഇലക്ട്രോഫോറോസിസ് വഴി നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റ് കിട്ടി. ദാറ്റ് ഈസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ് വഴി ഒപ്റ്റെയിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എല്യൂഷൻ. എന്താ വിളിക്കുക? എല്യൂഷൻ. മനസ്സിലായോ? യെസ് മിസ്. യെസ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കിട്ടി. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മറ്റേ ഓർഗാനിസത്തിലേക്ക്, ദാറ്റ് ഈസ് ആ ഓർഗാനിസത്തിനെ നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസം എന്നാ വിളിക്കുക. ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കണം. ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചെന്നു കഴിഞ്ഞാൽ ഹോസ്റ്റ് ഓർഗാനിസം ഇയാളെ സ്വീകരിക്കൊന്നുമില്ല. കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ ചെന്ന ഉടനെ ഹോസ്റ്റ് ഓർഗാനിസം വാ കയറി പോരെന്ന് പറഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റില്ല. അതിന് നമുക്കൊരു കാരിയറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ കിട്ടിയിട്ടുള്ള ഡിസൈഡ് ജീൻ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാൻ നമുക്കൊരു കാരിയറിന്റെ ആവശ്യമുണ്ട്. ആ കാരിയർ ആണ് എന്ത്? വെക്റ്റർ. കാരിയറിനെ വിളിക്കുന്ന പേരെന്താ? വെക്റ്റർ. വെക്റ്റർ കേട്ടിട്ടുണ്ടോ? വെക്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പ്ലാസ്മിഡിനെ കുറിച്ച് പഠിക്കുന്നില്ലേ? പ്ലാസ്മിഡ്. അപ്പൊ പ്ലാസ്മിഡ് ആണ് ഇവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത്. ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കൊണ്ടുപോകണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഈ ഹോസ്റ്റിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റൂല. കാരണം രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരാളുടെ സഹായം വേണം, ഒരു കാരിയർ വേണം. അതിനിവിടെ സഹായിക്കുന്ന കാരിയേഴ്സിനെ വിളിക്കുന്ന പേരാണ് വെക്റ്റർ. വെക്റ്റർ എന്നാണ് പറയാ. ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് പോവാൻ സഹായിക്കുന്ന ആളാണ് ആര്? വെക്റ്റർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്റർ ആണ് ഇത് പ്ലാസ്മിഡ്. ഏതാണ് വെക്റ്റർ? പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്റർ. ഓക്കെ. അപ്പൊ ഈ പ്ലാസ്മിഡിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള, എവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ DNA കട്ട് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്ലാസ്മിഡിനെയും നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. പ്ലാസ്മിഡിനെയും കട്ട് ചെയ്തിട്ട് അതൊന്ന് ചെറിയൊരു പോർഷൻ, ദാറ്റ് ഈസ് വെക്റ്റർ, അതിനെ നമ്മൾ എടുക്കും. എന്നിട്ട് അതിനെ നമ്മൾ എടുത്തിട്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റും ഈ വെക്റ്ററും നമ്മൾ തമ്മിൽ ഒട്ടിച്ച് ചേർക്കും, ലിഗേറ്റ് ചെയ്യും. ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും വെക്റ്ററിനെയും നമ്മൾ എന്ത് ചെയ്യും? ലിഗേറ്റ് ചെയ്യും. ഓക്കെ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിഗേഷൻ. ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്റ്ററും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിഗേഷൻ. അത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ആര്? rDNA അല്ലെങ്കിൽ റീകോംബിനന്റ് DNA. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലേ? റീകോംബിനന്റ് DNA ഉണ്ടാക്കുക. കിട്ടിയോ റീകോംബിനന്റ് DNA? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയണോ? നീ ഒന്നുകൂടെ പറഞ്ഞു തരണോ? മക്കളെ ഒന്ന് കമന്റ് ചെയ്തേ. ആർക്കെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറയും.
നമുക്ക് ഒന്നുകൂടെ പറയാം. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയും വെക്ടറിനെയും നമ്മൾ എന്ത് ചെയ്യണം? ലിഗേറ്റ് ചെയ്യുന്നു. പ്രോസസ് ആണ് ലിഗേഷൻ. ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ലിഗേസ്. എൻസൈം ആണ് ലിഗേസ്. ലിഗേസിന്റെ കോമൺ നെയിം ആണ് മോളിക്യുലാർ ഗ്ലൂ. മോളിക്യുലാർ പശ എന്നറിയപ്പെടുന്ന എൻസൈം ആണ് ഇത് ലിഗേസ്. ചോദിക്കാറുണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം എന്താ? മോളിക്യുലാർ സിസർ ആണ്. ലിഗേസ് എന്താ? മോളിക്യുലാർ ഗം ആണ്. മോളിക്യുലാർ ഗം ലിഗേസ്. അപ്പൊ ലിഗേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉപയോഗിച്ചിട്ടാണ് ലിഗേഷൻ നടത്തുന്നത്. ലിഗേഷൻ എന്ന് വെച്ചാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്ടറും നമ്മൾ എന്ത് ചെയ്യും? ലിഗേറ്റ് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിക്കോംബിനന്റ് DNA കിട്ടി. ഈ റിക്കോംബിനന്റ് DNA ആണ് പിന്നീട് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുക? ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുക. ഹോസ്റ്റ് ഓർഗാനിസം കണ്ടോ? ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഹോസ്റ്റ് ഓർഗാനിസത്തിന് ഓൾറെഡി എന്തുണ്ട്? ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. കൂടെ ഇപ്പൊ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ആരും ഉണ്ട്? റിക്കോംബിനന്റ് DNA ഉണ്ട്. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുക? അടുത്ത സ്റ്റെപ്പില് മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്തൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്യാ? ഇതിന്റെ ഈ ജനറ്റിക് മെറ്റീരിയലും പിന്നെ ഈ റിക്കോംബിനന്റ് DNAയിലുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലേ, രണ്ടും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു സ്റ്റെറൈൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ട സംഗതി കിട്ടിയിടെ. ഇനി അതിന് ഒരുപാട് കോപ്പീസ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സ്റ്റെറൈൽ കണ്ടീഷനിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയല്ലേ നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൽ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അതിനൊന്ന് ചിത്ര രൂപത്തിലാക്കി, അത്രേ ഉള്ളൂ. ഇത് ക്ലിയർ ആണോ? ഞാനൊരു ഒരു 5 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം മതി, ഒരു 3 മിനിറ്റ് സമയം തരാം. എന്ത് ചെയ്യാന്ന് വെച്ചാ ഈ ചിത്രം ഒന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആയി പോണത് നോക്ക്. നമുക്കത് ഒന്നുകൂടെ പറയാം. നോക്കിയോ എല്ലാവരും?
ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. മക്കളെ എന്താ അവസ്ഥ? കിട്ടുന്നുണ്ടോ? എവിടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഒന്നുകൂടെ പറയാം. ഇനി ഇങ്ങനത്തെ സംഗതികൾ തന്നെയാണ് പഠിക്കാനുള്ളത്. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ പഠിക്കുക. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാരും. ഡോണർ ഓർഗാനിസം അതിൽ നിന്ന് DNA പുറത്തെടുത്തു. DNA റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തു, ഫ്രാഗ്മെന്റുകളാക്കി. ആ ഫ്രാഗ്മെന്റിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രാഗ്മെന്റിനെ കിട്ടാൻ വേണ്ടി ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടത്തി. നമുക്ക് വേണ്ടതിനെ കിട്ടി, ദാറ്റ് ഈസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അതിനെ കിട്ടിയ ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എല്യൂഷൻ. അടുത്ത സ്റ്റെപ്പില് നേരിട്ട് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഒരു റീകോംബിനന്റ് DNA നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്തോ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമുക്കൊരു വെക്ടറിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെക്ടർ ആണ് പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിനെയും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തോ. അതിൽ നിന്ന് ഒരു വെക്ടർ നമ്മൾ അതൊന്ന് ചൂസ് ചെയ്തോ. എന്നിട്ട് അതും ആ വെക്ടറും ഇവിടെയുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ നമ്മൾ ലിഗേറ്റ് ചെയ്തോ. ലിഗേസ് എന്ന് പറഞ്ഞുള്ള എൻസൈം ഉപയോഗിച്ചിട്ടാണ് ലിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് റീകോംബിനന്റ് DNA കിട്ടി. റീകോംബിനന്റ് DNA നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഈ ഹോസ്റ്റ് ഓർഗാനിസം അടുത്ത സ്റ്റെപ്പില് സിമിലർ കോപ്പീസ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ഇതിന്റെ ജനറ്റിക് മെറ്റീരിയലും ഇവിടെയുള്ള റീകോംബിനന്റ് DNAയിലുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റും എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമ്മളൊരു സ്റ്റെറൈൽ കണ്ടീഷനിൽ അതിനെന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റെറൈൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക, ബയോളജിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റെറൈൽ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഫെർമെന്റേഷൻ ടെക്നോളജി, അതാണ് ഇത് ട്ടോ. അപ്പൊ അതാണ് പ്രോസസ്. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാണ് കേട്ടോ. ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാരും ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ചാപ്റ്റർ?
നേരത്തെ ചിത്രത്തിലുണ്ടായിരുന്ന ഒരാളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്റ്റർ ഏതായിരുന്നു എന്നാ പറഞ്ഞേ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ്. അപ്പൊ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞ വെക്റ്ററിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് അറിയാം, എന്താണ് പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് എന്താ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഓട്ടോസോമലി റെപ്ലിക്കേറ്റിംഗ്. പിന്നെ എന്താ ഓട്ടോസോമലി റെപ്ലിക്കേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. പിന്നെ എന്താ പഠിച്ചത് പ്ലാസ്മിഡിനെ കുറിച്ച്? സർക്കുലാർ, സർക്കുലാർ, ഡബിൾ സ്റ്റാൻഡേർഡ്, സർക്കുലാർ, ഡബിൾ സ്റ്റാൻഡേർഡ്, എക്സ്ട്രാ ക്രോമസോമൽ DNA, extra chromosomal DNA found in bacterium, found in bacterium. ഇതാണ് എന്ത്? പ്ലാസ്മിഡ്. ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഒരു ബാക്ടീരിയത്തിനകത്ത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകും. ആ ജനറ്റിക് മെറ്റീരിയൽ കൂടാതെ ആ ബാക്ടീരിയത്തിനകത്ത് കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഇത് കൂടാതെ കാണുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലാർ, സർക്കുലാർ ആണ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓട്ടോസോമലി സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. ഓട്ടോസോമലി റെപ്ലിക്കേറ്റിംഗ് എന്ന് വെച്ചാൽ സ്വയം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് എന്ത്? നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന എന്താ? പ്ലാസ്മിഡ്. പ്ലാസ്മിഡ്, പ്ലാസ്മിഡ്. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. റീകോംബിനന്റ് DNA നമ്മൾ RDNA എന്ന് എഴുതും. റീകോംബിനന്റ് DNA ചുരുക്കി RDNA എന്ന് എഴുതും. ഈ RDNA ആദ്യമായിട്ട് RDNA കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര്? ആരൊക്കെ ചേർന്നിട്ടാന്നറിയോ? സ്റ്റാൻലി കോഹൻ, സ്റ്റാൻലി കോഹൻ, Stanley Cohen and Herbert Boyer. Herbert Boyer. Stanley Cohen and Herbert Boyer. Stanley Cohen and Herbert Boyer. ഏത് വർഷം? 1972. 1972. ഇവരാണ് ആദ്യമായിട്ടൊരു റിക്കോംബിനന്റ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. അപ്പം ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഭാഗം, പ്രോസസ് എന്ന് പറയുന്ന ആ ഭാഗം കഴിഞ്ഞു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് പഠിക്കണം. റെസ്ട്രിക്ഷൻ എൻസൈം, ജെൽ ഇലക്ട്രോഫോറോസിസ്, അങ്ങനെ അതിൽ നേരത്തെ നമ്മൾ സൈഡായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇത് ഓക്കെ ആണോ? പ്ലാസ്മിഡ് ആൻഡ് റീകോംബിനന്റ് DNA. Yes, miss. എന്നാ അതൊന്ന് നോക്കിയേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.
അടുത്തത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ആ സ്റ്റെപ്സ് എഴുതാൻ പറയാറുണ്ട്. 3 സ്റ്റെപ്സ്, 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒരു ഓർഗാനിസത്തിനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര സ്റ്റെപ്സ് ആണുള്ളത്? 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാ ഐഡന്റിഫിക്കേഷൻ ഓഫ്, ഇത് പഠിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA with desirable gene. ഡിസൈറബിൾ ജീൻ ഉള്ള DNA ഐഡന്റിഫൈ ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈറബിൾ ജീൻ ഉള്ള DNA നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തത് introduction of the identified DNA, introduction of the identified DNA into the host. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആ DNA